നമ്മൾ പുതിയൊരു ഫാം ഹൗസ് തുടങ്ങി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ മാളക്കുട്ടിയുടെയും ചേച്ചിയുടെയും വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അവർ സേഫായിട്ടിരിക്കുന്നു. ദുബായിലൊക്കെ മഴ കുറവുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ മഴ ഒരുപാട് പെയ്ത്, ഇവിടെ ആണെങ്കിൽ ഒരു മഴ ഇതുവരെ പെയ്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഴ പെയ്യാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കും. അതുപോലെ തന്നെ നമ്മളൊരാഗ്രഹം നമ്മൾ നേടിയെടുത്തു. നമ്മൾ പുതിയൊരു ഫാം ഹൗസ് തുടങ്ങി. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫാം ഹൗസിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ്. നേരെ പോയി വീഡിയോ കണ്ടിട്ട് പറ്റല്ലേ? അപ്പം രണ്ടുപേരും കൂടെ ഇന്നത്തെ പണിയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എവിടെ വരെ ആയി? കഴിഞ്ഞോ? അപ്പോൾ നമ്മുടെ വാർക്കയുടെ തട്ടും മുട്ടും എല്ലാം എടുത്ത് മാറ്റി എല്ലാം കൊണ്ടുപോയി വാടകയൊക്കെ കൊടുത്തു വീടിൻ്റെയൊക്കെ. പിന്നെ ഇന്നലെയും ഇന്നും 2 വയറിങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മഴ മൂടലുള്ളതുകൊണ്ടാണ് ഇരുട്ട്. ഇതുവരെ നമ്മുടെ ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. ഭിത്തിയെല്ലാം കട്ട് ചെയ്ത് അകത്തുകൂടെയാണ് വയറിങ് ചെയ്യുന്നത്. സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഇത് മെയിനായിട്ട് പൊന്നൂസിന്റെ റൂമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ബെഡ് സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുട്ട നിനക്ക് മാത്രം ബെഡ് സ്വിച്ച് കൊടുത്തത് ശരിയായില്ലെന്ന് പറഞ്ഞു. ഈ വട്ടം പൊന്നൂസിന് ബെഡ് സ്വിച്ച്, പിന്നെ അവിടെ ലാപ്ടോപ്പോ ഫോണൊക്കെ കുത്തിയിടാൻ വേണ്ടി കൂടുതൽ പ്ലഗും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ 2 ഫാൻ വരുന്നുണ്ട് റൂമിൽ. പിന്നെ എനിക്ക് പിന്നെ ലൈറ്റ് പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് 3-4 ലൈറ്റ് വരുന്നുണ്ട്. ബെഡ്റൂം ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ബയർ ഒരിക്കൽ എളുപ്പത്തിന് വേണ്ടി അവരങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇപ്പം ഈ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജനല് കാണും, എൻ്റെ റൂമിന്റെ ജനല്. അത് നമ്മൾ അടച്ചു കളയും കേട്ടോ. ഈ ജനലിന്റെ ഡോർ രണ്ടും എടുത്തിട്ട് നമ്മളിത് അടച്ചു കളയും. അല്ലെങ്കിൽ പിന്നെ ഈ മുറിക്ക് ഒരു ഇതില്ലല്ലോ. ആ മുറി നോക്കിയാൽ ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് അടച്ചു കളയും. ചെറിയ ചുടുകട്ടയ്ക്ക് ഡോർ രണ്ടും നമുക്ക് എടുത്ത് വേറെ ഏതെങ്കിലും ജനലിൽ പാകമാകുവാണെങ്കിൽ അതിന് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വരുവാണെങ്കിൽ അടുത്ത റൂമ്. അതെ, ഇതിന്റെ വാതിൽ നമ്മൾ വെട്ടി ഓപ്പൺ ചെയ്യാത്തതുണ്ട് കേട്ടോ, ചെറിയൊരു ഇരുളിമ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം തേപ്പും മറ്റു പരിപാടികളും കഴിഞ്ഞിട്ടാണ്, തിങ്കളാഴ്ച തൊട്ട് തേപ്പ് തുടങ്ങി. ഇനി കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള വയറിങ് അല്ലേ? അതെ, തേപ്പ് കഴിഞ്ഞ് ബാത്റൂമിലെ പ്ലംബിങ്ങും ഇതിനകത്ത് ബാക്കി വയറിങ്ങും ഒക്കെ വരും. ഇത് CC ചെയ്യണം. ഇതിനകത്തൊക്കെ മുറിക്കകത്തൊക്കെ ഒരുപാട് മണ്ണായിപ്പോയി. നമ്മൾ അന്ന് ആ ഫില്ലർ കൂടി എടുത്തിട്ടോ. അപ്പോൾ അതെല്ലാം കുറെ മണ്ണെടുത്ത് കളഞ്ഞിട്ട് 1 ഇഞ്ച് കനത്തിൽ ഒരു ഇഞ്ച് വിട്ട്, അതായത് ബെൽറ്റിൽ 1 ഇഞ്ച് താഴത്ത് മണ്ണെടുത്ത് കളയാം. എന്നിട്ട് വേണം അത് CC ചെയ്യാൻ. ഇനി തറയിടണം. ഇനി ആദ്യം തറയിടും അവര് വന്നിട്ടല്ലേ? ഉറങ്ങുമായിരുന്നു എന്റെ ഒച്ച കേട്ടപ്പോഴേ. പപ്പാടെ സൗണ്ട് മാത്രം ആടിന് കേട്ടുകൂടാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം കയറാൻ തുടങ്ങും. ഞാൻ തീറ്റയും കൊണ്ട് ഇല്ലെന്നാണ് നോക്കുക. ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് തീറ്റയും കൊടുത്താ. ഇനിയിപ്പം എന്റെ ഒച്ച കേൾക്കാൻ പാടില്ല, അതാണ് കാര്യം. അതെ, അപ്പം പണി എവിടെ വരെ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്, കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്. തട്ടുമുട്ടെല്ലാം പൊളിച്ചു. നല്ല വാർക്കയാട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാർക്കയാണ്. അതെ, അതിന്റെ ആ ഗ്രിപ്പ് ഇടയ്ക്ക് വരുന്ന ആ ഒരു വരിപ്പ് മാത്രം തട്ടി കളഞ്ഞാലും മതി. തേച്ചില്ലേ പോലും നല്ല ക്ലിയർ ആയിട്ട് കിടന്നോളൂ. നല്ല നീറ്റായിട്ടായിരിക്കും. ഇതിനകത്തുണ്ട് ഫാനും അല്ലേ? അതെ, കാര്യങ്ങളും എല്ലാം ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും മേസ്ത്രിമാര് പിന്നെ കുഴപ്പമില്ലാതെ വരുവാണെങ്കിൽ നമ്മുടെ പരിപാടികളെല്ലാം ഒരാഴ്ച കൊണ്ട് തീരാനുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. പണിയേ ഉള്ളൂ ഇനി. അതെ, 3 പേരുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരാനുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. കാരണം ഇത്രയും സ്പേസ് അല്ല. പിന്നെ നമുക്ക് വയറിങ്ങും പ്ലംബിങ്ങിന്റെ പൂർത്തീകരണം, പിന്നെ ഒരു പെയിന്റിങ്, ഡോറ്, ജനൽ ഡോറ്, പിന്നെ നമുക്കൊരു ക്ലീനിങ് ഫുള്ള്. അതെ, അത്രയൊക്കെ ഉള്ളു പരിപാടി. ഒരു 10-15 ദിവസമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് പരിപാടികൾ തീരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം. ഭവന നിർമ്മാണം കഴിഞ്ഞ വർഷം നമ്മള് 3-4 മാസം മെനക്കെട്ട് അത്രയും ഉണ്ടാക്കി. ഈ വർഷം ഇപ്പം 2 മാസം ആയി അല്ലേ? 2 മാസം കഴിഞ്ഞു. എന്തായാലും ഇതുകൂടെ പണിത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറെ സ്വസ്ഥതയുണ്ട്. പിന്നെ പുറകിലൊരു വേസ്റ്റ് വഴി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4-5 മാസം ഷെഡിലായിരുന്നു. അതെ, അല്ല പണി തീരുകയല്ല. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറവശം ചെറിയൊരു കെട്ട് വരുന്നുണ്ട്, വേർതിരിച്ച് കെട്ടണം. പിന്നെ അങ്ങോട്ടൊരു മഴവെള്ള സംഭരണി വരുന്നുണ്ട്. പെരമണി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്, തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? നമുക്ക് നോൺ സ്റ്റോപ്പാ പരിപാടികള്. അപ്പം നമ്മുടെ ഫാം ഹൗസ് പോയി കണ്ടാലോ? അപ്പം നമ്മുടെ പറമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും. അപ്പം ഒരുപാട് കൃഷിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാന്ന് ഏക്കർ കണക്കിന് 10
50 ഏക്കർ പാട്ടമെടുത്ത് എറണാകുളം ആലുവ ആ ഭാഗത്തു നിന്നൊക്കെ വന്ന് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ഏലക്കൃഷി ഇതുണ്ടോ എൻ്റെ ഏലത്തിൻ്റെ അവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. എൻ്റേത് എനിക്കാകെ ഇവിടെ ഒരു 15 ചോടെ ഉള്ളായിരുന്നു. അത് നനയ്ക്കാൻ വെള്ളം ഉണ്ടെങ്കിലും ഈ ആണ്ടത്തെ ചൂടിന് എല്ലാം 90%. ഇതാണ് അവസ്ഥ. എനിക്ക് കഴിഞ്ഞ വർഷം എല്ലാം കൂടെ 10-15,000 രൂപയുടെ ഏലക്ക കിട്ടിയത്. 15 ചോട. 15 ചോട. ഇപ്പോൾ 2 വർഷം ആയതേ ഉള്ളൂ ഞാൻ ഈ ഏലം വെച്ചിട്ട്. ഈ ആണ്ടൊക്കെയാണ് അതിൻ്റെ ശരിക്കുള്ള ആദായം എനിക്ക് കിട്ടേണ്ടത്. ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ ഈ ആണ്ട് കിട്ടണ്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് ഈ സൈഡ് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് ഇനി ഓരോ പച്ചപ്പുണ്ട്. അതിപ്പോൾ മഴ പെയ്താലും പെയ്തില്ലേലും അതും പോകും. അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഒരുപാട് ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട്. ഉണങ്ങിപ്പോയിട്ടോ. ഇപ്പം ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നടന്നു. 2 വർഷത്തെ അധ്വാനമാണ് ഇതിന്. വളം ആട്ടുംകാട്ടവും ഇട്ട് വളം മേടിച്ചത് ഇട്ട് ചപ്പൊക്കെ. ഞാനിത് വെയിൽ വരുന്നതിന് മുമ്പായിട്ട് നവംബറിൽ നമ്മളവിടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ മുള്ളിനിത് ഇളക്കി, ചോടൊക്കെ ഇളക്കി. 2 ദിവസത്തെ പണിയായത്. ഇളക്കിയിട്ട് ചപ്പ് ഉണങ്ങി പാതിരിക്കാനായിട്ട് ചോട്ടി കൂട്ടി. കഴിഞ്ഞ വർഷം നമുക്ക് നേരത്തെ മഴ കിട്ടി, അതുകൊണ്ട് ഉണങ്ങിപ്പോയില്ല. കായും കിട്ടി. ഈ വരുന്ന വർഷം നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ളത് പോലും കിട്ടത്തില്ല. 15,000 രൂപ കഴിഞ്ഞ വർഷം വിറ്റതാണ്. നമ്മുടെ 15 ചോടേ ഉള്ളെന്ന് ഓർക്കണം കേട്ടോ. അപ്പം 100, 1000, 2000, 5000, 10,000 ചെടിയൊക്കെ വെച്ചവരുണ്ട്. ഹിന്ദിക്കാരെ വെച്ച് പണിയിപ്പിക്കുന്ന അങ്കമാലിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അങ്കമാലിയിൽ നിന്നൊക്കെ വന്ന നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു 8 ഏക്കർ എടുത്തിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഇപ്പൊ കായ്ക്ക് വില കൂടുന്നുണ്ട്. അടുത്ത വർഷം എവിടുന്ന് കൊടുക്കാനാ? അതെ, അടുത്ത വർഷം എങ്ങനെ കാണിച്ചാൽ ഏലക്കായ്ക്ക് ഒരു കിലോയ്ക്ക് ഒരു 5,000 രൂപയ്ക്ക് കൊണ്ട് വില വരും. പക്ഷെ ഇതാണ് അവസ്ഥ, കൊടുക്കാൻ കാണുകയില്ല. അപ്പൊ ഇതാണ് ശ്രീകുട്ടന്റെ പുതിയ നമ്മുടെ ഫാം ഹൗസ് കേട്ടോ. ഫാം ഹൗസ് മീൻസ് ഒരു അടിപൊളി കോഴിക്കോട്. നമ്മൾ ആ കുഞ്ഞുങ്ങളെല്ലാം ഇവൻ വിരിയിച്ച് പല ഘട്ടമായിട്ടല്ലേ വിരിയിച്ചത്. അതിനെല്ലാം ചെറിയ തത്തക്കൂട്ടിലും കിളിക്കൂട്ടിലും ഒക്കെ ഇട്ട് നമ്മൾ തീറ്റ കൊടുത്തു. 1.5 മാസം അങ്ങനെ നോക്കി. കാരണം നമ്മൾ വീട് പണിയും കാര്യങ്ങളും എല്ലാം വന്ന് ഇത് പണിയാൻ താമസിച്ചു പോയി. അപ്പോൾ അതുങ്ങളെല്ലാം ക്ഷീണിക്കാൻ തുടങ്ങി. നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്, രോബറും തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കംപ്ലീറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതായത് എല്ലാം ഹാപ്പിയാണ്. നമ്മൾ സ്വന്തമായിട്ട് പണിത കൂടാണ്. എൻ്റെ കഷ്ടപ്പാടാട്ടോ, എൻ്റെ കുറേ ദിവസത്തെ മെനക്കേടാണ് ഈ ഒരു കൂട്. അപ്പം ഒരാഴ്ച എടുത്തല്ലേ? ഒരാഴ്ച എടുത്തു. ഒരാഴ്ച കൊണ്ട് കട്ടയൊക്കെ മേടിച്ചോണ്ട് വന്ന് കട്ടയൊക്കെ കെട്ടി കമ്പിയൊക്കെ ഞാൻ കൊണ്ടുപോയി വെൽഡ് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു കോഴിക്കൂടാണ്. ഏകദേശം 50 കോഴിനെ വളർത്താം. ഒരാഴ്ചത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഇതിനകത്തോട്ട് കൊണ്ട് വിട്ടാൽ പിന്നെ ഇവരെല്ലാം വളരെ ഹാപ്പിയാണ്. ഇടയുണ്ട്, അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഞാൻ തീറ്റ കൊടുക്കാൻ വന്നതാണല്ലോ. വാതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടാവേ, ഇതൊക്കെ ഞാൻ എൻ്റെ അളവിൽ വാതിൽ കറക്റ്റ് വെൽഡ് ചെയ്ത് വിജാഗരിയൊക്കെ വെച്ച് പിടിപ്പിച്ച കേട്ടോ. വാഴപ്പിണ്ടി വേണോ? വാഴപ്പിണ്ടിയൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്താലേ ഇത്ര എണ്ണം കൂടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ പച്ച ഇലയും വാഴപ്പിണ്ടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊട്ടി തിന്നോളൂ. ചക്കമടലും തീറ്റ ഒരു കുറച്ച് കൊടുത്താൽ മതി. തീറ്റ കൊണ്ട് കേട്ടോ. നമ്മൾ പാത്രത്തിൽ രാവിലെ ഇട്ട് കൊടുത്ത ഗോതമ്പ് അരി, പിന്നെ ഗ്രോവർ അരി, ഗോതമ്പ് തവിട് ഇതെല്ലാം കൂടെ മിക്സാക്കി ചെറുതായിട്ടൊന്ന് പുട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. രാവിലെ വൈകിട്ടും അതാ കൊടുക്കുന്നത്. പിന്നെ ഇതുപോലുള്ള പച്ചച്ചപ്പുകൾ ഇട്ട് കൊടുക്കും. വെള്ളപ്പാത്രം ഉണ്ട്. അതെ, വെള്ളപ്പാത്രത്തിൽ ഇതാ വെള്ളമാക്കി ഇരിപ്പുണ്ട്. രാവിലെ വൈകിട്ട് കഴുകി വെക്കും കേട്ടോ. വൈകിട്ട് കഴുകണം. വൈകിട്ട് ഒരു പാത്രം ഒഴിച്ചാൽ മതി. അത് മതി. വേണമെങ്കിൽ ഒരു വെള്ളപ്പാത്രം കൂടെ നമ്മൾ സെറ്റ് ചെയ്യും. അതുപോലെ വൈകിട്ട് നിങ്ങൾക്ക് കയറി അതായത് ഇരിക്കാം. കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിപ്പം കൂടിപ്പോയി കമ്പേ. ചെറിയ കമ്പായിരുന്നു നല്ലത്. ഇനി അത് ഇരിക്കട്ടെ. മൊത്തം 50 കോഴി ഉണ്ട് കേട്ടോ. ഇതിന്റെ നിറച്ചുണ്ടോ? ഫാം ഹൗസ് പോലെ ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതൊക്കെ വളരാൻ തുടങ്ങി. ഇപ്പൊ പോവാനാണോടാ? പൂവനാ. നല്ല എളുപ്പമായി. പെടക്കോഴിയൊക്കെ ഉണ്ട്, മുട്ടയിടാറായി വരുന്നു കേട്ടോ. ഒരു 2 മാസത്തെ വളർച്ച അല്ലേ മേ? വേണ്ട, 8-10 നിങ്ങളൊക്കെ 2 മാസം വെച്ചാൽ മുട്ടയിടാൻ വേണ്ടി. വെള്ളക്കോഴിപ്പിക്കുന്നുണ്ട്. അത് അമ്മയുടെ കയ്യിൽ ഇറങ്ങി കുഞ്ഞുണ്ട് കേട്ടോ. ഈ കൂടെ ഇതിൽ ഏതാ നടത്തില്ല, ഏതോ ഒരു വെള്ളയാ. പിന്നെ ഇതെന്നാ മീനിക്കുട്ടി, മിനിമോള്. അതുണ്ടോ? അത് നാടൻ കോഴി. ഒറ്റ കുഞ്ഞായിട്ട് ഇറങ്ങി കേട്ടോ. നാടൻ കോഴിയല്ലേ? നാടൻ കോഴി കേട്ടോ. മിനിമോൾ അവള് തന്നെ ഇറങ്ങിയ കുഞ്ഞാണ്. നാടനാ, തനി നാടനാ. അടയിരിക്കുന്ന കോഴിയാ. അപ്പൊ എന്താ ഉപ്പയ്ക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി? നമ്മുടെ പുതിയ പ്രസ്ഥാനമാണ്, നമ്മൾ കുറെ ആഗ്രഹിച്ചാണല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഓരോ പിള്ളേർക്ക് പോയി
ഓരോ താല്പര്യങ്ങളുണ്ട്. നമ്മളത് കണ്ടു വേണം ചെയ്യാൻ. ഇപ്പം ശ്രീകുട്ടൻ ഇപ്പോൾ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു 50ഓളം കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഇത് കൂടാതെ ഒരു 10 കുഞ്ഞുങ്ങളെ വേറെ ഇറക്കിയായിരുന്നു, 10 അല്ല 11. അപ്പം ആ 11 നഷ്ടപ്പെട്ടു പോയി. കാരണം അത് നമ്മളെ കണ്ണന് കൊടുത്തു. അത് ഞാൻ അവനോട് നല്ലപോലെ പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ച് കൊണ്ടുപോയി വളർത്തിയാൽ മതി. നമുക്ക് ആ 10 ഒരു 4 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദായമാകും. ചിലപ്പോൾ ഒരു 400 രൂപ വെച്ച് നമുക്ക് കിട്ടിയാൽ മതി. 10 4000 രൂപ ആയില്ലേ. അപ്പം പിന്നെ എല്ലാം മുട്ടയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. 2000 രൂപ കൊണ്ടുപോയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പം കംപ്ലീറ്റ് പട്ടി പിടിച്ചു, പൂച്ച പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് തീർന്നു. ഞാൻ അവനോട് പറഞ്ഞാൽ നല്ല ഇനം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ മാമൂട്ടി കിട്ടാറുണ്ട്. അപ്പം ഇതിനെ നീ വളർത്തുന്നത് കണ്ടിട്ട് രക്ഷപ്പെടുത്തുവാണെങ്കിൽ ഞാൻ 10 മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനെ കളഞ്ഞു. അപ്പം നമ്മൾ വില കൂടിയ കോഴിക്കുഞ്ഞിനെ മേടിച്ച് കൊടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. അതിന് 200 രൂപ 220 രൂപ ആവും. ഇത് ഈ വലുപ്പമുള്ളൂ. അതൊരു 55 ദിവസം കൊണ്ട് മുട്ടയിടും. 55-60 ദിവസം കൊണ്ട് മുട്ടയിടും. ഗ്രോവറും സ്റ്റാർട്ടറും ഗ്രോവറും മുട്ട പെല്ലറ്റും കൊടുക്കണം. ആ തീറ്റ തന്നെ നല്ല ചിലവുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 55-60 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് വരുമാനം വരാൻ തുടങ്ങും. ആ മുട്ടയുടെ പകുതി പൈസ നമ്മൾ തീറ്റയ്ക്ക് മുടക്കാൻ മതി. അപ്പോൾ അതെല്ലാം പറഞ്ഞൊക്കെ വിട്ടതാണ്. അങ്ങനെയാണ് ഓരോ പിള്ളേർക്കും ഇത് വളർത്താനുള്ള. കാരണം ശ്രീകുട്ടൻ തന്നെ ചെറുപ്പത്തിലെ അവന് മുയലിനോട് വലിയ താല്പര്യം, അതിനെ വളർത്താനുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് കൂട് പണിത് ഞാൻ മുയലിനെ മേടിച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവന് പൈസ ഉണ്ടാക്കി, ശരിക്കും പൈസ ഉണ്ടാക്കി. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മുട്ട കൊത്തുമുട്ട നമ്മുടെ ഇവിടെ എങ്ങും ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്കും ഞാനും ഇവനും അന്വേഷിച്ച് നമ്മുടെ ഇവിടുന്ന് കിലോമീറ്ററുകൾ അകലെ പോയി മേടിച്ച് 8-10 എണ്ണമൊക്കെ കിട്ടിയ ദിവസമാണ്. 5 എണ്ണം വരെ പോയി കളക്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് അത് വിരിയിച്ചാണ് നമ്മളിപ്പം ഇത്രയും കോഴിയാക്കിയത്. അപ്പം ഏതൊരു പരിപാടിയാണെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് 1000 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് ഒന്നിച്ച് വിടുന്നതിലും ഏത് സംരംഭമാണെങ്കിലും നമ്മൾ ഇരുന്നിട്ട് ചെറുതായിട്ട് തുടങ്ങുകയാണ് വേണ്ടത്. നല്ലത്. അപ്പം 5 കോഴിയും 10 കോഴിയും ഒക്കെ വിരിയിച്ച് ഇപ്പം കൃഷിയായി. ഇപ്പം 4 ട്രിപ്പ് ഇറങ്ങിയ കുഞ്ഞുങ്ങളായി. 4 ട്രിപ്പ് ഇറങ്ങിയ കിടക്കുന്നത്. ലാസ്റ്റത്തേതാണ് നമ്മൾ കണ്ണന് കൊടുത്തത്. ചത്തെന്ന് പറയാനായിട്ട് അത് മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത്രയും കോഴിക്കുഞ്ഞ് ഇറങ്ങിയിട്ട് അവന് കൊടുത്താൽ മാത്രമേ നമുക്ക് ചത്തുപോയുള്ളൂ. അതേസമയം അതിന് കൊടുത്തു കൂടാതിരിക്കുകയാണ് അതും കൂടെ ഈ കൂടെ കണ്ടേനെ. അപ്പോൾ അതൊക്കെയാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും നോക്കാനും സംരക്ഷിച്ചെടുക്കാനും ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്താലേ നമുക്ക് വലുതാകാൻ പറ്റുള്ളൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ കാലിനോട്ടൊക്കെ കൊത്തുന്നു. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് മണ്ണ് തറയിട്ടില്ല, മണ്ണ് ഇളക്കി ഇട്ടിട്ട് അറക്കപ്പൊടി കൂടി ഇടും. അപ്പോൾ ഇതിങ്ങൾ ചെകഞ്ഞാലും എപ്പോഴും ഇത് ഒരുമാതിരി പുട്ടുപൊടി പോലെ കിടക്കും. ഇതിൻ്റെ കാഷ്ടവുമായിട്ട് മിക്സായി ഇങ്ങനെ കിടക്കും. ഒരു 2 മാസം കൂടുമ്പോൾ അതങ്ങ് കോരി മാറ്റുക, വളമാക്കുക, അടുത്ത ഒരിയാൾക്ക് അറക്കപ്പൊടി ഇടുക. അതാണ്. അല്ലെ പിന്നെ നമ്മളിത് കംപ്ലീറ്റ് നെറ്റാക്കാന്നൊക്കെ ഓർത്തായിരുന്നു. നെറ്റാക്കിയാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റ ഒരുപാട് വേസ്റ്റായി പോകും. നമ്മൾ PVC-ക്കകത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീറ്റ ഇട്ട് കൊടുത്താൽ ഇതുങ്ങൾ കൊത്തുകയും കൂട്ടമായിട്ട് കൊത്തുമ്പോഴത്തേക്ക് ഒത്തിരി തീറ്റ നമ്മൾ ഇപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഇട്ടിട്ട് ഒത്തിരി തീറ്റ വേസ്റ്റായി പോയി. ഇപ്പോൾ അരി കിടപ്പുണ്ട് ആ മണ്ണിനകത്ത് അരിയും ഗോതമ്പൊക്കെ എല്ലാം കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം നടത്തിയത്. പിന്നെ മഴ നനയാതിരിക്കുക. ഇത് നനയാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് സ്മെല്ലുണ്ടാവില്ല. കാരണം ഈ കാട്ടം വീഴുന്നത് ഇതുങ്ങൾ തന്നെ ചകഞ്ഞ് ഉണക്കിക്കൊണ്ടിരിക്കുക. ഈ അറക്കപ്പൊടിയും മണ്ണുമായിട്ട് എപ്പോഴും ഉണക്കി. അപ്പം നനയാത്ത രീതിയിൽ ഇത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ നല്ലൊരു തുകയായി. നമുക്കൊരു 10-12 രൂപ മുടക്കമുണ്ട് ഈ കൂടിന്. പക്ഷെ ഇപ്പം ഇതിനകത്ത് കിടക്കുന്ന കോഴിക്കുഞ്ഞ് ജോഡി ഒരെണ്ണം 300 രൂപയ്ക്ക് വിറ്റാലും നമുക്ക് 50 × 50 ഉണ്ട്. ഒരെണ്ണത്തിന് 150 രൂപ വെച്ച് കൂട്ടിയാൽ എത്ര രൂപ കിട്ടുമേ? 50 വെച്ച് കൂട്ടുമ്പോൾ 150 രൂപ വെച്ചോ. 5 5 750 7,500 രൂപ കിട്ടും കുഞ്ഞുങ്ങളെ കൊടുത്താൽ. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ വലുതായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടക്ക് മുതൽ കിട്ടും. പിന്നെ നമ്മളുടെ കൂടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് ഇട്ടേക്കുവാണ്, റൂഫിംഗ് ഷീറ്റ് ഇട്ടേക്കുവാണ്. പിന്നെ ചെറിയ കണ്ണി നെറ്റ് മേടിച്ച് ഫുള്ള് വലിഞ്ഞു ചുറ്റി കെട്ടിയേക്കും കേട്ടോ. ടേബിൾ ടൈ ഒക്കെ വെച്ച് ലോക്ക് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഫുള്ള് റൗണ്ട് അങ്ങനെയാണ്. അപ്പോൾ സൗകര്യമുള്ളവർക്ക് പിള്ളേർക്കൊക്കെ ഇത് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. വീടിനടുത്ത് ഇതുപോലെ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കട്ടയ്ക്കോ എങ്ങനെയായാലും ഒരു 10-15 കോഴിയൊക്കെ നല്ല രീതിയിൽ വളർത്തുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ടൊക്കെ പയ്യെ വെച്ച് പിടിക്കാം. എന്തായാലും ഞങ്ങൾക്ക് വിപുലമാക്കണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊക്കെ അവിടെയും വീടുണ്ട്, ഇവിടെയും വീടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് വീടുള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് വലിയ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ ഓവറായിട്ടൊക്കെ ഒരു 10-200 നമുക്ക് വളർത്തുമ്പോഴത്തേക്ക് ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പം നമ്മളിത് പിന്നെ വളരുന്നതിന് പൂവനെയൊക്കെ നമ്മൾ കൊടുത്തു കളയും. അപ്പം എണ്ണം കുറയും. കേട്ടോ, വാഴപ്പിണ്ടി കൊത്തി തിന്നുന്നുണ്ട്. അതിനകത്ത് ആ നാമ്പ ഇഷ്ടം കൊത്തി തീർത്തത് എല്ലാ സാധനവും തിന്നോളും. ഇത്രയും എണ്ണ ഉള്ളത് കൊണ്ട് വിശന്ന് കിടക്കുന്നതുകൊണ്ട് വാഴയുടെ തടയൊക്കെ ചുമ്മാ നമ്മളെടുത്ത് ഒരു സൈഡ് ഒന്ന് ചെത്തിയിട്ട് വെച്ചാൽ മതി. കുറേ ദിവസം കൊണ്ട് അതിനെ മൊത്തം കൊത്തി തിന്ന് തീർക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒത്തിരി നേരം നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് വിശന്ന് കഴിയുമ്പോൾ എന്നെ ഇമാതിരി പശിച്ച് തീർക്കും.
ഇത്രയും പൊക്കം വെച്ചാൽ പട്ടിശല്യം ഭയങ്കര കൂടുതലാണ്. നല്ലപോലെ കെട്ടണം. പനിയുണ്ട്, ഇതിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നട നല്ലപോലെ ഇടണം. അതെ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ലോക്ക് ഇടണം, ഒരു ലോക്ക് ഇടണം, നല്ല ലോക്ക് ഇടണം. ഇട്ടാൽ അവിടെ സ്ട്രോങ് ആയിട്ട് പൂച്ചയൊന്നും ഇതുവരെ ശല്യമൊന്നും ചെയ്തില്ല. കാര്യം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ പട്ടികളുണ്ട്. പക്ഷെ ഇതുവരെ വന്ന് ശല്യമൊന്നും ചെയ്തില്ല. പട്ടി സാധാരണ പട്ടി വന്നാലും പെട്ടെന്ന് കയറിച്ച നടക്കുകയാണ്. ഇത് കളയണം, നെറ്റ് കടിച്ചു പൊട്ടിക്കണം. നമ്മുടെ ഇവിടെ കുറുക്കൻ ശല്യമോ കീരിയോ ഒന്നുമില്ല. കീരിയില്ല, മരപ്പെട്ടി അങ്ങനെയുള്ള സാധനമുണ്ട്. മരപ്പെട്ടിയും പട്ടിയുമാണ് നമ്മൾ വളർത്തുന്ന പട്ടികൾ. അന്വേഷിക്കാതെ ഓരോ വീട്ടുകാരും വിട്ടേക്കുന്നത് അലഞ്ഞു പെരുകുട്ടി. അത് നമ്മുടെ ഇവിടെ ഒരു 1-2 വീടുകളിലുണ്ട്. ഒരു 6-7 പട്ടിയുണ്ട്. അതിങ്ങനെ അലഞ്ഞു നടക്കുക. നമ്മുടെ മുറ്റത്തും വഴിയിലും ഒക്കെ വരുന്നു. അപ്പൊ ആ ഒരു ശല്യമേ ഉള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനെ എല്ലാം കൂടെ കൂടി ഇന്ന് വാഴപ്പണ്ടി തിന്നുന്നുണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫാം ഹൗസ്. ഇപ്പം മനസ്സിലായില്ലേ എന്നത് എത്ര കോഴിയാണെന്ന് ഇങ്ങനെ കാണുമ്പോഴേ. അത്യാവശ്യം എല്ലാം പല വലുപ്പത്തിലുള്ളത് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മുട്ട വെച്ചത് 4 ഇറങ്ങിയിട്ടുണ്ട്, 10 മുട്ട വെച്ചത് 10 ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല വലുപ്പമുള്ളതാണ്. അതിൽ പൂവൻ കുഞ്ഞാണ് കൂടുതൽ. 10 ഉള്ളത്. 10-23 പൂവൻ വരുന്നുണ്ട്. പൂവൻ വരുന്നതാണ് എനിക്കിഷ്ടം. എന്നാ അറിയോ, പൂവന് ഒരു 4 കിലോ തൂക്കം ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കുകയാണെങ്കിൽ ഒരു 1000 രൂപ കിട്ടും ഇപ്പോഴത്തെ വില വെച്ച്. 250 രൂപയ്ക്കാണ് കിലോ നാടൻ കോഴിക്ക് മേടിക്കുന്ന ആൾക്കാർ. അപ്പം എൻ്റെ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതൊക്കെ എൻ്റെ കുഞ്ഞു സംരംഭം കേട്ടോ. ഇതിൽ നിന്നൊക്കെ എനിക്ക് ചെറിയ വരുമാനം കിട്ടും എല്ലാ വർഷവും. ഇല്ലേ മേ? കഴിഞ്ഞ വർഷം നമ്മളൊരു കോഴിപ്പൂനെ നമ്മൾ ആ വീഡിയോ തുടങ്ങിയ ഇടയ്ക്ക് നമുക്കൊരു മുയലും കൂട്ടിനകത്ത് നമ്മളൊരു 4-5 കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടേക്കെന്ന് കാണിച്ചാൽ. ഇതുപോലെ തന്നെ ഇൻക്യുബേറ്റർ അവൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കുഞ്ഞുങ്ങളാണ്. അതിനകത്ത് 6 കോഴിക്കുഞ്ഞുങ്ങൾ 6 ഉണ്ടായിരുന്നു. അതിൽ ഒരു പൂവനെ നമുക്ക് കൊടുത്തപ്പോൾ 1250 രൂപ. അത് നമ്മളിവിടെ ഇല്ലായിരുന്നു. അതിലൊക്കത്തുള്ള ചേട്ടൻ വേണ്ട പൂവൻ കിടപ്പുണ്ടെ കാരണം പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. പിടിച്ചു. ആ പിടിച്ചോളാൻ പറഞ്ഞു. പുള്ളി തന്നെ തൂക്കി കഴിഞ്ഞ് വില പറഞ്ഞപ്പോൾ 1250 രൂപ കിട്ടി. അപ്പോൾ അതുപോലെയാണ് ഇതെല്ലാ പരിപാടിയും. ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങുന്ന ഏത് പരിപാടിയും വിജയിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ കൂടുണ്ടാക്കിയത് മാത്രമേ നമുക്ക് വലിയെന്ന് പറയാൻ നമുക്ക് വില 10 രൂപ. പക്ഷേ ഒരു 4 വർഷം 5 വർഷം ഇരിക്കും. അല്ല 4-5 വർഷം എന്ന് പറഞ്ഞാൽ ഈ കെട്ടൊന്നും പോകുന്നില്ല. ഈ കമ്പി വല്ലതും പോയാലേ ഉള്ളൂ. കമ്പി നെറ്റ് പോയാലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള നെറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു. പൈസ കുറവായതുകൊണ്ട് ആ സാമ്പത്തികമായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കേജ് കൂടി നെറ്റ് കൊടുത്താൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അതൊരു 10 കൊല്ലത്തേനാണ് കിടന്നെ. ഇതിപ്പോ ഒരു 3-4 കൊല്ലം നനയാതിരിക്കുകയാണ്. ഇതിന് മീറ്ററിന് 100 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഈ നെറ്റിന് കേജ് പറഞ്ഞിട്ടാണ്. എൻ്റെ പൈസ ഇല്ലാതെ ഞാൻ റോളാട്ടിങ് എടുക്കുക ചെയ്ത്. ഇതൊരു 2 ട്രിപ്പ് കോഴി വളർന്നുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുടക്കിയ പൈസയൊക്കെ നീ പോരും. പിന്നെ കൂട് നമുക്ക് ലാഭം. ഇപ്പൊ ആൾക്കാർ മറ്റേ ട്രിപ്പ് ഇടുന്ന സൗകര്യത്തിൽ കൂട് മേടിക്കുന്നുണ്ട്. അതും നല്ലതാണ്. പക്ഷെ അതിന്റെ അടി നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുകയൊക്കെ വേണം. ക്ലീൻ ചെയ്യണം. തന്നല്ല തീറ്റ വേസ്റ്റ് പോകും. ഭയങ്കര വേസ്റ്റ് വരും. കണ്ട അലുക്കുളിച്ച് ചപ്പയവർ ഇതിപ്പോ നമ്മൾ ചക്ക വെട്ടിയിട്ട് ചക്കമടൽ വേണേൽ കൊണ്ടിടാം. മറ്റേ ആ കൂട്ടിനകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എടുത്ത് കളയണമെങ്കിൽ ഇതൊക്കെ ഭയങ്കര ചടങ്ങ്. അതായത് ഇന്നതിന്റെ വേസ്റ്റ് വരുന്നതൊക്കെ എടുത്ത് കളയാനൊക്കെ. ഇതിനകത്തിപ്പം വേസ്റ്റ് വരികയാണ്. വന്നാൽ തന്നെ നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് ഓടി കളിച്ചേ ഒരു സ്മെല്ലുമില്ല കേട്ടോ. ഒരു സ്മെല്ലുമില്ല. നമ്മളിപ്പോ ഇറങ്ങി നമ്മുടെ കാലയിൽ അങ്ങനെ കാഷ്ടമൊന്നും പറ്റിയല്ല. ഇത് എപ്പോഴും മിക്സ് ആക്കുക മരിച്ചകഞ്ഞ്. ഈ മണ്ണും മണലും പിന്നെ ഈ പാറ അറക്കപ്പൊടിയും കൂടെ എപ്പോഴും ചിക്കി കൊണ്ടായിരിക്കും. വെയിലുമല്ലേ? അതെ. ഒരു പാറ്റാക്കുഞ്ഞിനെ കെട്ടി കൊടുത്തന അതിന്റെ പുറകെ എല്ലാരും ഓടുക. വാഴപ്പിണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ കൊത്തി കൊത്തി തിന്നുന്ന കാണാനേ. എല്ലാം കൂടെ നടന്നട്ടെ. എല്ലാം പല കളറും അല്ലേ മേ? ഇങ്ങോട്ട് മാറ്റിയ പിന്നെയാണ് ഇതുങ്ങളൊരു ശാലം പച്ച പിടിച്ചത്. അതെ. മറ്റേ തത്തക്കൂട്ടിലും ഒക്കെ കിടന്ന് ചെറുതായിട്ട് 3-4 കൂട്ടിനകത്ത് ഇടുങ്ങിയായിരുന്നു. കോഴി വലുതാകുമ്പോ ഇടുങ്ങും. അതെ. എന്നിട്ട് കോഴിക്ക് ഇടയില്ലാഞ്ഞിട്ട് നമ്മൾ തീറ്റ കൊടുക്കാൻ കൂട് തുറക്കുമ്പോഴത്തേക്ക് എല്ലാം വെളിയിൽ ചാടും. ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കൂട് ഉണ്ടാക്കിയത്. എന്തായാലും നമ്മള് സിന്ധുപ്പച്ചിക്ക് 3 കോഴിക്കുഞ്ഞെ കൊടുത്തായിരുന്നു. അത് ആഗ്രഹം പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അവിടെ കീരിശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കൊടുത്തുവിടായിരുന്നേ. ഇതിൽ 10 കൊടുത്തു വിട്ടേനെ. അതില് ഒരെണ്ണം കൂടിനിടയ്ക്ക് അത് ചാടിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണത്തെ കണ്ടില്ല. ബാക്കി 2 ഉണ്ട്. അതിനെ പൊന്നാത്ത ഊതം പോലെ മറച്ച് മൂടിയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ആകുമെന്ന് അറിയില്ല. നല്ല രീതിയിൽ നോക്കട്ടെ. അല്ല ഞാൻ അച്ചമ്മയ്ക്ക് ഞാൻ കോഴിക്കുഞ്ഞിനെ കൊടുത്തായിരുന്നു. അച്ചമ്മ അവിടെ സ്മെല്ലാന്ന് പറഞ്ഞിട്ട് വളർത്ത സൗകര്യമില്ല. കൂടൊക്കെ പോയപ്പോ അപ്പച്ചിക്ക് കൊടുത്തായിരുന്നു. അത് അപ്പച്ചിന്റെ അവിടെ മറ്റേ പട്ടിക്കൂടിനകത്തിട്ട് വലുതായിരുന്നു. നമുക്കിത് നോക്കാം. നമ്മള് 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഫലം നമുക്ക് കിട്ടാൻ തുടങ്ങും. കാരണം ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് വളരും. അല്ല ഞാനും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് കോഴിയാണേലും മുയലായാലും നമ്മളിവിടെ വരുന്നവർക്കെല്ലാം 2 ജോഡി നമ്മൾ കൊടുക്കും. ഇവര് വളർത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി.
കൊടുത്ത് പരീക്ഷണം നടത്തും. ഞാൻ കണ്ണന് കൊടുത്തപ്പോഴും ഞാനൊരു പരീക്ഷണമായിരുന്നു. ആദ്യം ഒരു 10 കൊടുത്ത് നോക്കാം. അപ്പം അവൻ അതിനെ നല്ലപോലെ നോക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ചില പിള്ളേർക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അല്ലേ അത് അനുസരിച്ചുള്ള ഒരു പട്ടിയോ പൂച്ചയോ പിടിക്കാത്ത രീതിയിൽ ഒരു കൂട് അറേഞ്ച് ചെയ്ത് അത് ആദ്യം തന്നെ അവനത് കൈകാര്യം ചെയ്യും. പിന്നെ അവന് 100 കൂട്ടം പരിപാടിയാ നോക്കാൻ സമയം കിട്ടിയല്ലോ. ഇപ്പോഴാണല്ലോ ഒത്തിരി പറമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത പിള്ളേർക്കാണെങ്കിലും വീടിന്റെ ആ മുറ്റത്തോട് താഴെ അച്ഛൻ പോയിട്ട് നല്ല സൗകര്യം സ്ഥലമുണ്ട്. 1 ഏക്കർ സ്ഥലം എടുത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് എവിടെ വേണേലും നല്ലപോലെ കൂടുണ്ടാക്കി വെക്കുകയും എല്ലാം ചെയ്യാം. എന്നാ വേണേലും അവർക്ക് ചെയ്യാം. പക്ഷെ അത് വെള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു താല്പര്യക്കുറവാണ്, അതാണ് കാര്യം. അതിനെ പിള്ളേരുടെ മൈൻഡ് മാറിയിട്ടില്ല, ശ്രദ്ധ കുറവാ. എന്നുവെച്ചാൽ ഇതിനെ കൂടുണ്ടാക്കിക്കൊണ്ട് നല്ല വൃത്തിക്ക് മെനക്കി അത് കിട്ടുവാണെങ്കിൽ നമുക്ക് വളർത്താനുള്ള ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. വളർത്തുവാണെങ്കിൽ നല്ലതാ, പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ അതിന് എങ്ങനെയാ പരിചരിക്കാൻ അതിന് വശമില്ല. 2 ദിവസത്തിനുള്ള ആ ഉത്സവവും അത് ശരിയാ. നടക്കണം. രാവിലെ നമ്മൾ വന്ന് നോക്കി എല്ലാം ഉണ്ടോ എന്ന് നോക്കി കൂടൊക്കെ തുറന്ന് തീറ്റയും വെള്ളവും കൃത്യമായിട്ട് പാത്രം. മെയിനായിട്ട് ഈ കോഴിയുടെ ശ്രദ്ധിക്കേണ്ടത് ഈ തീറ്റയും മണ്ണും ഒക്കെ കൊത്തിയിട്ടാണ് ഈ ചുണ്ടി കൊണ്ട് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുന്ന പാത്രം അഴുക്കായിരിക്കും. അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരുമാതിരി നമ്മൾ ചെളി കുഴച്ച് വെച്ച പോലെ ഇരിക്കും. അത് ക്ലീൻ ചെയ്യുക. ചെറുതായിട്ട് ഈ പ്രായത്തിലൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ പച്ചമഞ്ഞളോ അരച്ച് ഇച്ചിരി വെള്ളത്തിൽ ചേർത്താൻ കൊടുത്തേക്കുക. ഇടയ്ക്ക് നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന മെഡിസിൻ ചില മൃഗങ്ങൾക്ക് കൊടുക്കും. ഒരു ഇത്രയും കോഴിയുണ്ട്, ഒരു പാരസെറ്റാമോൾ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. എന്തെങ്കിലും പനിയോ ചുമയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. നമ്മളൊരു ആഴ്ച ഒരു ദിവസം ഇച്ചിരി പച്ചമഞ്ഞളും കലക്കി അതിൻ്റെ അകത്തോട്ട് ഒരു പാരസെറ്റാമോൾ ഇട്ട് കൊണ്ട് കൊടുക്കാറുണ്ട്. അത് കൊത്തി കുടിച്ച് കഴിയുമ്പോൾ ചെറിയ ഈ തുമ്മലൊക്കെ വരികയല്ലേ, ഇന്നലെ അതങ്ങ് മാറിപ്പോക്കോളും. നോക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് ഇത്ര സെറ്റപ്പ് ആക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 50 കോഴി ഉണ്ടെങ്കിൽ 20 പെട ഉണ്ടെങ്കിലും 20 പെട ഉണ്ടെങ്കിൽ ഒരു 10 മുട്ട വെച്ച് ഡെയിലി കിട്ടും കേട്ടോ. ആ 10 മുട്ട വെച്ച് 80 രൂപ കിട്ടും. അതിൽ 40 രൂപ ഡെയിലി ഇതിന് തീറ്റ പോയാലും 40 രൂപ ഇവർക്ക് ലാഭം കിട്ടും. അത് പപ്പായ്ക്കും അമ്മയ്ക്കുള്ള ചെറിയൊരു വരുമാനമാണ്. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. എനിക്ക് ഈ കാര്യത്തിൽ ശ്രീകുട്ടനോട് അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ പൊക്കി പറഞ്ഞോ. പൊക്കി പറയുന്നതൊന്നുമല്ല. പല വീട്ടിൽ നിന്നും കൊത്തുമുട്ടയാണോന്ന് ചോദിച്ച് മേടിച്ചോണ്ട് വന്ന് കുറച്ചൊക്കെ പിരിയാതെയും പോയി. ഈ മുട്ടയായിട്ട് കുറച്ചൊക്കെ പോയി. എന്നിട്ട് അതും വെച്ച് ഇൻവേർട്ടറിൽ വെച്ച് വിരിയിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും വൈകിട്ടും തിരിച്ചും മറിച്ചും വെച്ചും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മ അത് തിരിച്ചു വെച്ചേക്കണം. ഇവൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആളുകുട്ടിയായിരുന്നു അത് തിരിച്ചും മറിച്ചും വെച്ച് അത് ചൂട് കൊടുത്ത് അത് വിരിയിച്ച് അത് കഴിഞ്ഞ് അതിനെ വേറെ കുഞ്ഞു ബോക്സിലാക്കി അതിന് കറണ്ടാക്കി ഇട്ട് കൊടുത്ത് അതിനെ ഒരാഴ്ചയോളം അതിനെ ഇച്ചിരി പ്രാപ്തരാക്കിയിട്ട് വേണം നമ്മൾ വേറെ മാറ്റാൻ. അന്നേരം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്. വിരിയുന്ന സമയത്ത് നമുക്കൊരു 10 ദിവസത്തേക്ക് നല്ല കെയറിങ് വേണം. ലൈറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അത് അന്നേരം കൃത്യമായിട്ടും പച്ചമഞ്ഞളുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് ആ വെള്ളം തന്നെ കുടിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചാകാതെ നമ്മളങ്ങനെ ഒത്തിരി ഒന്നും കേടായി നമുക്ക് പോയിട്ട് നമുക്ക് ഉണ്ടായതിൽ ഏതാണ്ട് ഒരെണ്ണം എങ്ങാണ്ട് വൈകല്യത്തിൽ ജനിച്ചോളൂ. അങ്ങനെ പോയി. അതല്ലാതെ ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും ഇറങ്ങി മുട്ടേന്ന് വിരിഞ്ഞ ജീവനുള്ള കുഞ്ഞുങ്ങളെയെല്ലാം നമ്മൾ രക്ഷപ്പെടുത്തിയത്. പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും. ആദ്യം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർത്ത് പൊടിക്കോഴി കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 10-30 ദിവസത്തേക്ക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു കോഴിത്തീറ്റയുണ്ട്, അത് മേടിച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഗ്രോവർ കൊടുക്കുക. ആ ഗ്രോവർ നല്ലപോലെ കഴിക്കാൻ നന്നാകാൻ തുടങ്ങി കഴിയുമ്പോൾ ഗോതമ്പ് നുറുക്കിയതോ ഗ്രോവറിന്റെ കൂടെ ചോറ് കൊടുക്കാതിരിക്കുക. ചോറ് കൊടുത്താൽ നെയ്യായി പോകും. കോഴി പെട്ടെന്ന് വളരും, പക്ഷെ മുട്ടയിടുക മുട്ട നെയ്യായി പോകും. പക്ഷെ പൂങ്കോഴിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇത് പറഞ്ഞത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടൊന്നുമല്ല പറഞ്ഞത്, നമ്മുടെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. കാരണം നമ്മൾ ചോറ് തന്നെ കൊടുത്തോണ്ടിരുന്നു, മുട്ടയിട്ടതിന് ചോറ് തന്നെ കൊടുത്തോണ്ടിരുന്നപ്പം അത് നെയ്യ് മുറ്റിയിട്ട് മുട്ട പൊട്ടിപ്പോവുക. മുട്ട പൊട്ടിപ്പോയിട്ട് ഭയങ്കര. പിന്നെ നമ്മളിതിനെ കോഴിയെ കൊന്നാലും നെയ്യാ അതിൻ്റെ അകത്ത് മുട്ട വയറ്റി നിറച്ച് മുട്ടയുണ്ട്, പക്ഷെ അത് വെളിയിലേക്ക് ഇടാനുള്ള സംവിധാനമില്ല, നെയ്യ് മുറ്റിപ്പോയിട്ട്. അതുകൊണ്ട് ചോറ് കുറയ്ക്കുക, എന്നിട്ട് ബാക്കി തീറ്റകൾ. കൊളസ്ട്രോൾ ഉള്ളവരോട് പറയല്ലേ 3 നേരം ചോറ് തന്നെ 1 നേരം എന്തിനും ഇത് തന്നെ കാര്യം കേട്ടോ. ഇത്രയും കോഴീനെയൊക്കെ ഇറക്കി പറക്കി തന്നു. അതിനെ സംരക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെയും പപ്പാടേയും കടമയാണ്. ഞങ്ങളതിനെ നോക്കി പറക്കിയൊക്കെ എടുക്കുന്നു. ഇനിയിപ്പം മഴക്കാലമാകുമ്പോൾ ഇവിടെ ഒന്ന് മറച്ചു വിടും. ഈ പുറവശം എരിച്ചിലടിക്കാതെ പ്ലാസ്റ്റിക്കിന് കവർ ചെയ്തു ഈ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് മൃഗങ്ങളോ ഈ കീരിയോ അതൊന്നും വന്ന് പിടിക്കുകയില്ല. അപ്പോൾ അത്രയും മറയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ കൂട് സെറ്റാണ് എങ്കിൽ തീറ്റ നമ്മളെങ്ങനെയും ഉണ്ടാക്കും. ഇപ്പൊ നമുക്ക് ഒരു നേരം കൊടുക്കാൻ അരിയോ ഗോതമ്പോ ഒന്നും ഇല്ലല്ലോ. വരിക, കൊല വെട്ടി ഏതെങ്കിലും ഒരു വാഴ വെട്ടുക. ഇപ്പൊ ചക്കയുടെ സീസൺ ആയിരിക്കും. ഇപ്പൊ ചക്കൂക്കുരു പുഴുങ്ങിയിട്ട് കൊടുത്താൽ മതി. അത് തന്നെ കൊടുക്കരുതെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു നേരം വേണം ചക്കൂക്കുരു പുഴുങ്ങിയത് കൊടുക്കാം. ചക്ക മടൽ ഞങ്ങൾ ചക്ക വെട്ടിയിട്ട് അതിന്റെ മടൽ കൊണ്ടുവന്ന് ഒരു 3-4 ഇട്ടേക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് അരിപ്പ് പോലെ എല്ലാം അരിച്ച് മടൽ മാത്രമേ കാണുള്ളൂ. എല്ലാവരും മുയലിനൊന്നും ഈ ചക്ക മടലൊന്നും കൊടുക്കരുത്. ഞാൻ കൊടുക്കും.
നമ്മളിവിടെ വെട്ടുമ്പോൾ ഈ വേറെ കൊടുമേനൊക്കെ ഇത് തന്നില്ലേ, ഇതുപോലുള്ള പറമ്പിലൊന്നും പറിക്കാനൊന്നുമില്ല. 2 ചക്കമണ്ണൊക്കെ വെച്ച് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നതാണ് അതിന്റെ. നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഓരോ മൃഗം. ഇപ്പം പപ്പാടെ ആടിനെ കണ്ടില്ലേ, പപ്പാടെ സൗണ്ട് എന്റെ അമ്മയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പപ്പ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ പെണ്ണേ മോളെ എന്നെ എടുക്കുവാ, ആ ചോദ്യം അതിന് മനസ്സിലായി. ഇപ്പൊ പപ്പാടെ ഒച്ച കേൾക്കുന്നത് കാർച്ച കൊടുക്കാനായിട്ട് ഞാൻ ചിന്ത മതി, വെള്ളം കൊടുക്കാനോ തീറ്റ കൊടുക്കാനോ ആണ് വിളിക്കുന്നതെന്ന്. അതുകൊണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ കഴിഞ്ഞാലേ അതെ, അതെനിക്ക് സ്നേഹമുണ്ട്. അപ്പൊ ഒരു വാഴപ്പിണ്ടി വലിയത് വെട്ടിയിട്ടുണ്ട്, അത് കൊത്തി കൊത്തി കുറെ ദിവസം കൊണ്ട് തീർക്കും കേട്ടോ. അതിച്ചൂടെ അറിഞ്ഞു കൊടുക്കണം. ഇച്ചിരി അരിഞ്ഞിടണം. പുല്ലും വാഴപ്പിണ്ടി എല്ലാം കൊത്തി തിന്നുന്നുണ്ടോ? അതിന്റെ ഒരു സൈഡ് മൊത്തം കൊത്തി കൊത്തി തിന്നു. ഇങ്ങനെ ഈ പോള എടുത്തിരിക്കുമ്പോണ്ടല്ലോ, അതിനകത്ത് ഇപ്പൊ അണ്ടും ചെറിയ പാറ്റായൊക്കെ ഉണ്ടാവും, അതെല്ലാം കൊത്തി അടിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു ബിസിനസ് കേട്ടോ. ഇല കൊത്തി തിന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ഈ സംരംഭം വിജയിച്ച് ആയിരക്കണക്കിന് കോഴികളെ വളർത്തി കാശുണ്ടാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ചങ്ങനാശ്ശേരി നിന്നപ്പോൾ എനിക്ക് 1000 കോഴിക്കുഞ്ഞുങ്ങളുള്ള താറാങ്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതെ. എൻ്റെ പൊന്നെ, അതിന് ഞാൻ പെട്ടുപോയി ശരിക്കും. ഇറക്കി വിടാനുള്ള സൗകര്യമില്ല, കുളിപ്പിക്കാനുള്ള സൗകര്യമില്ല, തീറ്റ ഒരു 15-20 ദിവസത്തേക്ക് തീറ്റ എടുക്കാന്നുള്ളൂ. പിന്നെ ചപ്പൊക്കെ തിന്നോളൂ, പുല്ലി എത്തിയിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനെ കൊണ്ട് ശരിക്കും പെട്ടുപോയി. ഞാൻ ആ കൂട്ടി കയറുമ്പോൾ എന്നെ കൊത്തി തിന്നാൻ തുടങ്ങിയത്, കാലോടെ കൊത്താൻ തുടങ്ങിയത്. ശരിക്കും നമ്മളിതിനെയൊക്കെ നോക്കാമെന്നുണ്ടെങ്കിലേ മേടിക്കാവുള്ളൂ. അവർ പറയുന്ന രീതിയിൽ അന്ന് ഞാൻ വളർത്തിയ താറാവെന്ന് പറയുന്നത് നിരണത്തുന്ന ഡെക്ക് ഫാമിൽ നിന്നാണ് മേടിച്ചത്. ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് തരുക. ഒരു കുഞ്ഞിന് അന്ന് എനിക്ക് 18 രൂപയ്ക്കാണ് തന്നത്. 1000 കുഞ്ഞിനാണ്ട് 18,000 രൂപ എങ്ങാണ്ട് കൊടുത്താൽ മതി. എന്നിട്ട് അവർ പറയുന്നത് സ്റ്റാർട്ടർ 15 ദിവസം, 15 ദിവസം ഗ്രോവർ, പിന്നെ അത് കഴിഞ്ഞ് ഒരു 15 ദിവസം വേറെന്തോ ഒരു തീറ്റ. അപ്പോൾ അതൊരു കെമിക്കൽ മരുന്ന് കൂടിയതാണ്. 45 ദിവസം കഴിയുമ്പോൾ ഈ താറാവിനെ വിൽക്കുക. അതായത് ഇത് കൂട്ടാ ബ്രോയിലർ 45 പൊക്കം ഈ സാധനത്തിന് വിൽക്കുക. അവർ പറയുന്ന രീതിയിലുള്ള മരുന്നും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു താറാവിന് 300 രൂപ അടുത്ത് കിട്ടും. ലാഭകരമാണ് അത് ചെയ്താൽ. പക്ഷെ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് അത്ര വിജയിച്ചില്ല. ഫാമിലെ ഓണർ പൈസക്ക് ഷോർട്ടേജ് വന്ന് കൊറോണ ടൈം ആണ്, തീറ്റ മേടിച്ചു തരാതെ പോയി. അങ്ങനെ കുറേ എണ്ണം സത്യം കേട്ടു. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1000 താറാങ്കുഞ്ഞുങ്ങൾക്കും ഇഞ്ചക്ഷൻ എടുത്ത് നമ്മുടെ സുധിനേഴ്സ് ആയിരുന്നു. ആ സമയത്ത് ലീവിന് വന്നിട്ട് ചുമ്മാ ചൊറിയും കുത്തി ഇരുന്ന സമയത്താണ് താറാങ്കുഞ്ഞിനെ കൊണ്ട് വരുന്നത്. താറാങ്കുഞ്ഞിനും കുത്തി ഇഞ്ചക്ഷൻ എടുത്തതിന് ഞങ്ങൾ പൈസയും മേടിച്ചു സാറിനോട്. അതെ, അത് കാണിച്ചു തന്നു. മൃഗാശുപത്രി നാൾ വന്ന് കാണിച്ചു തന്നു, നിങ്ങൾ കുത്തി വെച്ചാൽ മതി എന്നും പറഞ്ഞു. ഒരു ദിവസം ഞാൻ പിടിച്ച് താറാവിനെ കൊണ്ടുവരും. ചേച്ചി ഒരു കസാരയിട്ട് അവിടെ ഇരുന്ന് 1000 കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്ത്. പക്ഷെ നമുക്ക് അന്നൊന്നും ചാനലില്ലാത്ത കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി. അടിപൊളി വെറൈറ്റി വീഡിയോസ് ഉണ്ടായിരുന്നു. എമു, അതെ, എമുവിന്റെ ഭയങ്കര സൈസ് എമു ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കാണിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. മീൻകുളം. ഇനി നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നടോ. ഞാൻ വീട് കാണിച്ചായിരുന്നു, ആ ഫാം ഹൗസ് കാണിച്ചില്ല. ഇനി നമുക്ക് അതൊക്കെ കാണിക്കാം. ഒരു അവസരം കിട്ടുവാണെങ്കിൽ. അപ്പൊ നമുക്ക് ഇറങ്ങി താഴോട്ട് പോവാം. ഓക്കെ. ഞാൻ കുറെ ചാക്കൊക്കെ അന്ന് നിറച്ച് വെച്ചതാ കപ്പ ഇടാനായിട്ട്, കപ്പ നടാൻ വേണ്ടി. അത് മഴ പെയ്യാത്തതുകൊണ്ടാണ്, കാരണം അല്ലെ നമ്മൾ എന്നും കൊണ്ട് വെള്ളം ഒഴിക്കണം. ഇനിയിപ്പോ മഴ പെയ്യുമ്പോൾ നമ്മുടെ വടുരാന്തേക്കൊക്കെ വാടാൻ തുടങ്ങി, വെള്ളം ഒഴിക്കണം. പപ്പ കേട്ടോ രാവിലെ വൈകിട്ട് തീറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇല്ലാത്ത സമയത്ത് അമ്മയാണ് കോഴിക്ക് തീറ്റ കൊടുക്കുന്നത്. മഴ പെയ്യുന്നതിനിപ്പം. അപ്പൊ ഇഷ്ടപ്പെട്ടെ മോന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ? അപ്പന്റെ കൃഷി എല്ലാം ഇതാ കിടക്കുന്നു. മോന്റെ കൃഷി ഇനി ഇങ്ങനെയുള്ള ചെറിയ പരിപാടി. പറമ്പിലെ കൃഷി കൊണ്ടൊന്നും എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും വിജയിക്കുകയില്ല. പിന്നെ എല്ലാം വേണം, കുറച്ചൊക്കെ ചെയ്യുക. ഏലകൃഷി നനയ്ക്കാൻ സൗകര്യമില്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. സമയം കുരുമുളകാണ് ഇത്രയും പെട്ടെന്ന് ഉണങ്ങി പോവുകയാണ്. ഏലം പോകുന്ന പോലെ പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാം വേണം നമുക്ക്. ഇപ്പം നമുക്ക് വീടും മുറ്റവും വണ്ടി ഇടാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലമില്ലെന്നായി. ഓൺലൈനകത്ത് ഇപ്പോൾ ഈ 19 കോഴിയെ വളർത്തി ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ താഴെ ഞാൻ കുറേ മണ്ണ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ആ മണ്ണെല്ലാം കൂടി ഇങ്ങോട്ട് കയറ്റി നികത്തി ഇതൊക്കെ ചേനയോ ചേമ്പോ അങ്ങനെ ഇതെല്ലാം എടുത്ത് കളയും. പിന്നെ ഇതെല്ലാം പറിച്ച് അല്ല, ഇതിനും വിറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ വീഡിയോക്കകത്ത് ഏലത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുരുമുളകിനെ ചെയ്തിട്ടുണ്ട്, ജാതിക്ക പറിക്കുന്ന കാണിച്ചിട്ടുണ്ട്, വാഴക്കൊല വെട്ടുന്ന കാണിച്ചിട്ടുണ്ട്, അതുപോലെ കാപ്പിക്കുരു പറിക്കുന്ന ഞാനും കാണിച്ചു. അപ്പം ഇഞ്ചി പറിക്കുന്ന കാണിച്ചു. അപ്പോൾ നമ്മുടെ ആ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു ദിവസം കമന്റ് ഇട്ടു, ഒരു ചേച്ചി ശ്രീകൂട്ടാ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ചേച്ചി, 2 ഏക്കർ ഉണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ 15 സെന്റേ ഉള്ളത്. ആ 15 സെന്റിൻ്റെ അകത്താണ് നമുക്ക് ഇത്രയും പരിപാടി. ആടുണ്ട്, പട്ടിയുണ്ട്, മുയലുണ്ട്, കോഴിയുണ്ട്, പിന്നെ നമ്മുടെ വീടുണ്ട്, പിന്നെ നമ്മളും ഉണ്ട്.
30 കിലോ വെറ്റില്ല. 30 കിലോ മഴയിലുണ്ട്. 30 കിലോ കുരുമുളക് വെറ്റും. അത് നമ്മള് പെരമണത്തപ്പ എല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ടോ. അതെ, ഇല്ല 19 കിലോ കിട്ടിയേനെ. ആ 30 കിലോ കുരുമുളക് വിറ്റു. 30 കിലോ കുരുമുളക് എന്ന് പറയുമ്പോൾ 15,000 രൂപ. 15,000 രൂപ 10-12 രൂപയുടെ ഏലക്ക കിട്ടി. ഇനി അടുത്ത ആണ്ടി തോന്നുന്നില്ല. അടുത്ത ആണ്ട് നമുക്ക് കുരുമുളക് അരച്ചു കൂട്ടാനുള്ളത് കിട്ടും. ഇല്ല കൊടിയിരിക്കുന്നത് അരച്ചു കൂട്ടാനുള്ള നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടും. ഏലക്ക അതുപോലും കിട്ടുകയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ഇതെല്ലാം കൊത്തിയെടുത്ത് കളഞ്ഞിട്ട് വല്ല ചേമ്പോ പച്ചക്കറിയോ ഒക്കെ നടും. നമ്മൾ തളർന്ന് പുറകോട്ട് പോവുക. നമുക്ക് 10 രൂപ കിട്ടുന്നത് നമ്മൾ മാറ്റി മാറ്റി നട്ടു നോക്കും കേട്ടോ. അന്നേരം നമുക്ക് ആവശ്യങ്ങൾ നടക്കണം. അതെ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാ വർഷവും ഇച്ചിരി നടത്തണം. ഇച്ചിരിയും പറമ്പുള്ളതിലും നമുക്ക് കഴിയാനുള്ളത് വേണ്ടേ. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും റബ്ബർ ഇല്ലേന്ന്, നമുക്ക് ഇതിനകത്ത് വെട്ടുന്ന 10-15 റബ്ബർ ഉണ്ടായിരുന്നാണ്. എല്ലാം പോയതാണ്. ഇപ്പം നമുക്ക് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ഉള്ളല്ലോ. 3 റബ്ബർ ഉണ്ട് വെട്ടാൻ. 3 അവിടെ താഴെ ഉണ്ട് 4. വെട്ടി, അതായത് ഒന്നെങ്കിൽ പപ്പ വെട്ടില്ല, അമ്മ വെട്ടില്ല, ഞാൻ വെട്ടും. വെട്ടി ഞങ്ങൾ നമുക്ക് 12 റബ്ബർ ഒരു കുഞ്ഞ റബ്ബർ അങ്ങനെ കൂട്ടി 13 റബ്ബർ ഉണ്ടായിരുന്നു. പപ്പ വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ കൂലിക്ക് വെട്ടാൻ പോകും, പണിയാനായിട്ടേ. പപ്പ വെട്ടാൻ പോകും, രാവിലെ ഞാൻ നമ്മുടെ പറമ്പിലെ വെട്ടും. വെട്ടി ചട്ടക്കകത്ത് വെക്കും. വെച്ചിട്ട് ശനിയാഴ്ച ഞങ്ങള് വിറ്റിട്ട് പൈസ അനുസരിച്ച് കേട്ടോ. ഇപ്പൊ ഒരു 400 രൂപ കിട്ടുവാണെങ്കിൽ ഒരു കിലോ പോത്തിറച്ചി മേടിക്കും. 300 രൂപ കിട്ടിയാൽ ഒരു കിലോ എല്ലും മേടിക്കും. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇങ്ങനെ ഒരു രസമല്ലേ കേൾക്കാൻ? കുഞ്ഞു ജീവിതം. ഞാൻ വിറകും കൂടെ വെട്ടിക്കൊണ്ട് വരാവേ. ഒരാള് വിറകൊക്കെ വെട്ടിക്കൊണ്ട് വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പ്. നമ്മളെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സേറയ്ക്ക് എന്നാ പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സേറയുടെ വീഡിയോ അല്ല, അത് നമ്മുടെ ഷാഡോമോന്റെ വീഡിയോ ആണ്. അവസാനം ഒരു ഡയലോഗ് വരുന്നുണ്ട്. ആ ഡയലോഗ് കഴിഞ്ഞ് പിന്നെ വരുന്നത് സേറയുടെ വീഡിയോ ആണ്. നമ്മളിതൊരു ഷോർട്ട് വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ എല്ലാവരും ഓർത്തു സേറയ്ക്ക് എന്തോ പറ്റിയെന്ന്. ഒരു കുഴപ്പമില്ല, ആള് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അഴിച്ചു വിടാറില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ അഴിച്ചു മുറ്റത്ത് വിടും. പിന്നെ പണിക്കാരൊക്കെ ഉള്ളപ്പോൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആള് വിഷയമാണ്. ഓടി ഇറങ്ങി ചെല്ലുമ്പോഴത്തേനെ അതുങ്ങൾക്ക് പേടിയാ, കാടിക്കൊണ്ട് ഓടും. നമ്മൾ കൂടുതൽ അഴിച്ചു വിടാം. ആളങ്ങനെ വലിയ വിഷയക്കാരിയല്ല. പക്ഷെ നമ്മുടെ മുറ്റത്ത് കയറാനോ ഒരു സാധനം എടുത്തോണ്ട് പോകാനൊന്നും സമ്മതിക്കാറ്. കൊച്ചില്ലാത്തോണ്ട് ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാ കേട്ടോ. അപ്പം അവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുന്നു. വളരെ ഹാപ്പിയാണ്. ഇങ്ങോട്ട് വരാൻ തന്നെ മടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ വലിയ അധികം ദിവസങ്ങളൊന്നും ഇല്ല. മാളക്കുട്ടി പറഞ്ഞൊരു കാര്യമുള്ളൂ. ഇവിടുന്ന് പോകാൻ നേരത്തെ നമ്മൾ പെട്ടി പാക്ക് ചെയ്യുന്ന വീടിലേക്ക് തോന്നായിരുന്നു. എൻ്റെ പൊന്നു ചേച്ചിനെ എനിക്ക് ഒരു ദിവസം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണമെന്ന്. ഇവിടുന്ന് എന്നെ പിന്നെ പെരുമഴയാണ് അവിടെ. ചേച്ചിക്കാണെങ്കിൽ 3 ഓഫും കിട്ടി. നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം 2 കെട്ടിപ്പിടിച്ച് ഉറക്കമോ. അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു വിട്ടില്ല. ടാറ്റ.